ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നും ഞാൻ വീണ്ടും ഒരു ട്രൈ ആയിട്ട് വന്നേക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രൈ ആണ്. വേറെ ഒന്നുമല്ല, ഇതെൻ്റെ അമ്മയുടെ കല്യാണ സാരിയാണ്. സോ ഇതിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ബ്ലൂ പോലെയൊക്കെ തോന്നും. ആക്ച്വലി ഇത് ഡാർക്ക് ഗ്രീനാണ്. അപ്പം ഡാർക്ക് ഗ്രീൻ എന്നും പറയുമ്പോൾ വല്ലാത്തൊരു ഗ്രീനാണ്. അപ്പം ഇത് വെച്ച് നമ്മളൊരു ട്രൈ ചെയ്യണം. നിങ്ങളിലേക്ക് ഇതിനൊക്കെ വെട്ടിമുറിക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ, നോ, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ കണ്ടോ, ഞാൻ കുത്തിയിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അതായത് വേറെ ഒന്നുമല്ല, ഇതാ ആ നല്ലൊരു സാരിയെ ഞാൻ എടുത്തിട്ട് പണിയുന്നത് കണ്ടോ. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ട്രൈ എനിക്കിഷ്ടമാണ് ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ആദ്യത്തെ പ്ലീറ്റ് എടുക്കുവാണ്. അപ്പം എനിക്ക് സാരി ഉടുക്കാൻ അറിയാം, ബട്ട് എനിക്ക് ആരെങ്കിലും ഉടുപ്പിച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്നല്ല, ശരിയാവത്തില്ല. ഞാൻ ഉടുപ്പിച്ചാലും അത് ശരിയാവത്തില്ല. ബട്ട് എനിക്ക് ഉടുക്കാൻ എനിക്ക് ഓക്കെയാണ്. അങ്ങനെ ഞാൻ കണ്ടോ ആദ്യത്തെ പ്ലീറ്റുകളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ബനാറസ് പട്ടായിരുന്നു. പക്ഷേ അത് എടുക്കാൻ ഭയങ്കര പാടാണ്. ആ ഒരു മുന്താണിയുടെ ഭാഗം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഭയങ്കര കട്ടി ഭാഗമാണ്. സംഭവം കാണുന്ന പോലെ വെയിറ്റ് ഇല്ലാന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് ഭയങ്കര വെയിറ്റാണ്. ആ ഒരു മുന്താണി എടുത്ത് ഞാനങ്ങനെ മുതുകിലിട്ടപ്പോൾ തന്നെ എൻ്റെ തോൾ ഏകദേശം ഭയങ്കര ഭാരമായിട്ട് തോന്നി. കാരണം അത്രയും വെയിറ്റ് ഉണ്ട്. പണ്ടത്തെ പട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് അത്രയും വെയിറ്റ് വരും. ഞാൻ എന്തോ വളവളാന്ന് കിടന്ന് പറയുന്നുണ്ട്, കാരണം ഇതിലൊന്നും കേട്ടുകൂടാ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ട് കൊടുക്കുന്നതാണ്. കാരണം ഞാൻ കിടന്നും ഇരുന്നും കമന്നും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലേറ്റ് എടുക്കാൻ തുടങ്ങിയത്. എന്തെങ്കിലും ഒരു പണിയിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതെൻ്റെ ഒരു വാശിയാണ്. സോ പ്രത്യേകിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ, ഈ ട്രൈ ഒക്കെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എത്ര പാതിരാത്രി ആയാലും അത് ചെയ്ത് തീർത്തിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. സോ പിന്നെ നമ്മളത് കുത്തിക്കഴിഞ്ഞു. അതായത് മുകളിൽ ടോപ്പിലൊന്നുമായിട്ട് നടുക്കൊന്നുമായിട്ട്. ഇനി വീണ്ടും നമ്മൾ അടുത്ത പ്ലേറ്റ് എടുത്ത് നമ്മൾ ശരിയാക്കണം. കൂടുതലും നമ്മൾ ഈ ഇസ്തിരിയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ സ്ട്രൈറ്റ്നറൊക്കെ ഉണ്ടെങ്കിലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം ഒന്ന് പിടിച്ചു വിടാം. എനിക്ക് അതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതെങ്ങനെയെങ്കിലും ഒന്ന് ഉടുത്ത് എനിക്കൊന്ന് ഇറങ്ങണമെന്നുള്ളൊരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പറ അങ്ങനെ പ്ലേറ്റ് എടുക്കാൻ തുടങ്ങി. കാരണം പ്ലേറ്റ് എടുത്തിട്ട് എനിക്ക് കിടക്കുക, എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കുക, അത് കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് പോവുക. അങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് 3 പിന്ന് വരെ ഞാൻ കുത്തി വലിച്ചെടുത്തു. അതിൽ പിന്ന് പോലും കയറുന്നില്ലായിരുന്നു അമ്മോ. കാരണം 26 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ സാരിക്ക്. അതായത് 26 ഇയേഴ്സിൻ്റെ പഴക്കമുണ്ട്. അതുകൊണ്ട് എനിക്ക് കണ്ടില്ലേ, എനിക്ക് തന്നെ ഉറക്കം വന്ന് ആകെ പ്രാന്തായി. ഏകദേശം ഒരു 9:30 ആയി. ക്ലോക്കിൽ സമയമൊന്നും കണ്ടുകൂടെങ്കിലും 9:30 ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആഹാരം പോലും കഴിക്കാതെ നിന്ന് ഇതിന് വേണ്ടി പണി ചെയ്യുന്നത് എന്നെപ്പോലെ ഉള്ള ലോകത്ത് ആരും കാണില്ല. കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇങ്ങനത്തെ പണികളാണ് ചെയ്യുന്നത്. കൂടുതലും എനിക്ക് ഈ ട്രൈയിലൂടെ ഭയങ്കര താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ് പണികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ കണ്ടു, ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് പ്ലീറ്റ് എടുത്ത് ഞാൻ കിടന്ന് ഇരുന്ന് കമന്ന് അങ്ങനെയൊക്കെ കിടന്നൊക്കെയാണ് ഞാൻ പ്ലീറ്റ് എടുക്കണം. കാരണം ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലല്ലോ. സോ എനിക്ക് ടൈം എടുക്കും. ഒരുപാട് ടൈം എടുത്താണ് ഞാൻ ആ മുന്താണിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയത്. കാരണം അത്രയും എടുത്ത് തന്നപ്പോൾ തന്നെ എൻ്റെ പകുതി അടപ്പ് ഇളകി. പിന്നെ എന്നാലും നമ്മൾ ട്രൈ എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തെടുത്ത് ഒരുവിധം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അമർത്തി ഞാൻ അതിനെ തേച്ചതുപോലെ ആക്കി. കാരണം ആ പ്ലീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് അപ്പം ഞാൻ തേച്ചതുപോലെ കൈ കൊണ്ടാണ് ചെയ്തത്. ഞാൻ വേറെ ഇസ്തിരി പെട്ടി അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിക്കാതെ കൈ കൊണ്ട് യൂസ് ചെയ്തത് മാത്രമാണ്. അങ്ങനെ ഇതാ കണ്ടു, അടുത്ത പിന്ന് ഞാൻ കയറ്റിയപ്പോൾ കണ്ടോ വളഞ്ഞ് പൊളഞ്ഞ് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ. ആ പിന്നേനെ ഞാൻ പിന്നെയും വലിച്ച് കയറ്റി. കാരണം അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പിന്നിനെ ഞാൻ അങ്ങനെ വിടാറില്ല. സോ അതുകൊണ്ട് ഒരു പിന്നാണ് അത്. പിന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് സാരി ഉടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ആ പിന്നിനെ തന്നെ ഞാൻ വീണ്ടും അതിനെ ഒന്ന് മടച്ച് അടിച്ച് നൂത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അത് തന്നെ കുത്തി. അതിന് ഏകദേശം 4 പിന്നോളമായി. ഇനി നമുക്ക് ഒന്നും കൂടെ എടുക്കണം. കാരണം എനിക്ക് തുമ്പിന് നല്ല നീളം വേണമെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എന്തെടുത്താലും തുമ്പിന് നല്ല നീളം എടുക്കും. അതുകൊണ്ട് എല്ലാവരും പറയും സാരി താഴെ കിടന്ന് എഴിയുന്നു, തൂക്കാനാണോ ഇട്ടേക്കുന്നത്, വാരാനാണോ ഇട്ടേക്കുന്നത്. എന്ത് പറഞ്ഞാലും എനിക്ക് ആ സാധനത്തിന് നീളം വേണം. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് നീളം ഉള്ളതുകൊണ്ട് ഞാൻ ഏകദേശം 5 പിന്നോളം കുത്തി. 1 2 3 4 അങ്ങനെ 5 പിന്നോളം ഞാൻ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. കാരണം ഞാൻ ഇടയ്ക്ക് എടുത്ത് വന്നപ്പോഴത്തേക്കും പ്ലീറ്റുകൾ ചെറുതാക്കി വന്നു. അതുകൊണ്ട് നമുക്ക് മുകളിൽ ഏറ്റവും ടോപ്പിൽ ഞാൻ ആദ്യം കുത്തിയെടുത്ത് ഒന്നുകൂടെ അതൊന്ന് പിടിച്ച് വിടാനുണ്ട്. കാരണം ഇടയ്ക്ക് ഞാൻ പ്ലീറ്റ് കൂടുതൽ എടുത്തുകൊണ്ട് ആ പ്ലീറ്റും കൂടെ നമുക്ക് അവിടെ എടുക്കണമല്ലോ. സോ അത് എടുക്കുന്നതിൻ്റെ രണ്ടാമത്തെ പണിയിലാണ് ഞാൻ ഈ കിടക്കുന്നത്. കമന്ന് ഇരുന്നുമൊക്കെ കിടന്ന് അവസാനം ഞാൻ കിടന്ന് അവസാനം കുത്താൻ തുടങ്ങി. അതൊന്നും ഇടത്തില്ല, കിടന്നൊക്കെ ഞാൻ കുത്താൻ തുടങ്ങി. പിന്നെ അവസാനം അറ്റ്ലീസ്റ്റ് അതും പ്ലീറ്റ് ഓക്കെ ആക്കി സെറ്റാക്കി എല്ലാം ആക്കി. അപ്പം നോക്കിയപ്പോൾ നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉടുത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു ഞാൻ. ഇനി എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഈ പ്ലീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്, അത് ഞാനൊന്ന് ആദ്യമായിട്ട് എടുത്തതാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഇതുവരെ സെറ്റാക്കി വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് ഇങ്ങനെ എടുക്കാൻ നോക്കുന്നത്. ഏകദേശം ഓക്കെ ആയിട്ടാണ് വന്നത്. എനിക്ക് ഉടുത്തപ്പോൾ കറക്റ്റായിരുന്നു, പക്കയായിരുന്നു. കറക്റ്റായിട്ട് ആ സെൻട്രൽ പോർഷനിൽ തന്നെ ആ പ്ലീറ്റ് വരികയും ചെയ്തു.
കണ്ടില്ലേ തകൃതിയായിട്ട് ഞാൻ പ്ലീറ്റ് എടുക്കുക. ആ ഭാഗം നമുക്ക് പ്ലീറ്റ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു, കാരണം വെയിറ്റേ ഇല്ലായിരുന്നു. പെട്ടെന്ന് നമുക്ക് പറയുന്ന രീതിയിൽ സാരി അങ്ങ് ഒതുങ്ങി ഇങ്ങ് വന്നായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞാൻ ആ ഒരു ഭാഗം താണ്ടി കിട്ടി. പിന്നെ എനിക്കത് അത്ര വശമില്ലായിരുന്നു ആ സാധനം. എല്ലാവരും എടുക്കണ കണ്ടിട്ടുണ്ട്, എടുത്തിങ്ങനെ തേച്ചിങ്ങനെ മടക്കിയൊക്കെ വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ട്രൈ ചെയ്തു, പക്ഷേ കുളമായി. എന്നാലും ഇത്രയും ഞാൻ ചെയ്തായിരുന്നു. പിൻ ചെയ്തു, ആ ഒരു സംഭവം ഇങ്ങനെ തേച്ച് പിടിച്ച് വിട്ടായിരുന്നു. അത്രയും ഞാൻ ചെയ്തു, അത്രയും എന്നെക്കൊണ്ടേ പറ്റുള്ളൂ. അറ്റ് ലാസ്റ്റ് ഇതായി എൻ്റെ ഒരു കോലം. ശരിക്കും ശരിയായില്ല. പിന്നെ ഞാൻ ഹാങ്ങറിൽ തൂക്കിയിട്ടു. കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു. അവസാനം എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. അങ്ങനെ നേരം വെളുത്തു. അടുത്ത കോക്കറി കാണിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, എൻ്റെ ഷോ ആയിരുന്നു, വെറും പട്ടി ഷോ. നിങ്ങൾ വിചാരിക്കും വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം ഡാസ്ലേഴ്സിൻ്റെ പൗഡറാണ് ഇടുന്നത്. അങ്ങനെ ഇന്ന പൗഡറൊന്നുമില്ല, ഞാൻ തോന്നിയ പൗഡറൊക്കെയാണ് ഇടുന്നത്. പോൺസ് ഇടാറുണ്ട്, ഡാസ്ലേഴ്സ് ഇടാറുണ്ട്, അങ്ങനെ ഒരുപാട് കുട്ടിക്കൂറ വരെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഐലൈനർ തന്നെയാണ് ഞാൻ പൊട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറയിൽ നോക്കി എഴുതാൻ അറിയത്തില്ല. സോ അതുകൊണ്ട് ഞാൻ സ്വന്തമായി എഴുതിയിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ലിപ് ബാം ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് എനിക്ക് ഡാർക്ക് ഷെയ്ഡാണ് ഇഷ്ടം, ലൈറ്റ് ഷെയ്ഡൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഡാർക്ക് ഷെയ്ഡൊക്കെ ഇട്ട് കണ്ടോ ഞാൻ സുന്ദരിയായത് കണ്ടോ. സുന്ദരി വളയൊക്കെ ഇട്ടു, എല്ലാം സെറ്റായി. നമ്മൾ നെക്സ്റ്റ് പ്ലാൻ കമ്മലിടുക. കമ്മലിടുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി. 2 കമ്മലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കമ്മൽ ഞാൻ ഇട്ടില്ല, വെറുതെ ഇട്ട സമയം കളയാനല്ലോ. എനിക്കിത് എങ്ങനെയെങ്കിലും ഉടുത്തൊന്ന് ഇറങ്ങണമെന്നായിരുന്നു. സോ അതുകൊണ്ട് കമ്മലൊക്കെ ഇട്ട് സെറ്റായി. ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്താ കണ്ടോ, തലയിൽ സെറം, ഹെയറിൽ നമ്മൾ സെറം തേക്കുക. അതായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. അപ്പം അതൊക്കെ തേച്ചു, നല്ല സുന്ദരിയായി. ഇനി അടുത്ത പ്ലാനാണ് മാല ഇടുക എന്നുള്ള ഒരു ചടങ്ങ്. ആദ്യത്തെ മാല ഇട്ടു, എനിക്കിഷ്ടപ്പെട്ടില്ല, കാരണം അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട മാല. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. സോ നെക്സ്റ്റ് അടുത്ത മാല ഞാൻ ഇട്ടു. അതിനിടയ്ക്ക് അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനെ വന്നിരുന്ന് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മ പറയുന്നത് എനിക്ക് 26 കൊല്ലം കഴിഞ്ഞ് പോയത് പോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അമ്മ ഒന്നും കൂടെ അമ്മയ്ക്ക് ഇങ്ങനെ സാരി കൊടുത്ത് ഇറങ്ങണോ? അമ്മ പറഞ്ഞു, വേണ്ട അത് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് കൊടുത്താലും ഇപ്പോൾ എത്തത്തില്ല എന്ന് പറഞ്ഞു. കാരണം അമ്മ കുറച്ച് ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാരി ഇപ്പോൾ എനിക്ക് എത്തത്തില്ല. പക്ഷേ സ്വന്തം മോളത് ഉടുത്ത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. അടുത്ത് നമ്മൾ തലക്കെട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് തലക്കെട്ട് എന്നുള്ളത്. കാരണം എനിക്ക് ആകപ്പാടെ ഒരു സ്റ്റൈലേ തല കെട്ടാൻ അറിയാവും. പക്ഷേ പലരും എന്നോട് പറയും മാറ്റിപ്പിടി. ഈ മാറ്റിപ്പിടിക്കാൻ എനിക്ക് വല്ലതും അറിയണ്ടേ? നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരിക ഹെയർ സ്റ്റൈൽസ് വല്ലതും. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, വേറെ ഒന്നും ഹെയർ സ്റ്റൈൽ കെട്ടാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് കെട്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ കുറേ സ്ലൈഡും വാരി കുത്തി എല്ലാ എക്സ്റ്റൻഷനൊക്കെ ഞാൻ വച്ച് പറക്കി അങ്ങനെ എല്ലാം ചെയ്ത്. പക്ഷേ എത്ര തല കെട്ടിയിട്ട് അങ്ങോട്ട് ശരിയാവില്ല. അമ്മ പറഞ്ഞ്, നീ എന്താ അഴിച്ച് പിരിച്ചിടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ് അഴിച്ച് പിരിച്ചിടാൻ പോകുന്നു. അങ്ങനെ ഇടണ്ട, പകരം പിന്നെയാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് അഴിച്ച് പിരിച്ചൊന്നുമല്ല ഇട്ടേക്കുന്നത്, പിന്നെയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ അമ്മ ഒരേ വാശി, നീ അങ്ങനെ ചെയ്യുന്ന ട്രാൻസിഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പോട്ടെ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അതുപോലെ പിന്നാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിൽ പിന്നാൻ പറ്റുന്നില്ല. അവസാനം കണ്ടില്ല, എനിക്ക് എന്നെ തന്നെ പിടിക്കാതെ ഞാൻ വീണ്ടും അഴിച്ച് പറക്കി. കാരണം തലമുടി കെട്ടാൻ തന്നെ ഏകദേശം ഞാൻ 1 മണിക്കൂർ അവിടെ കളഞ്ഞു. അതൊട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അവസാനം അമ്മ പറഞ്ഞു, നീ ഇങ്ങ് വാ, ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയുടെ അടുത്ത് പോയി. അമ്മയുടെ അടുത്ത് പോയപ്പോഴത്തേക്കും മൊത്തം അത് ഉടക്കായി. അമ്മയുടെ അടുത്ത് എണീറ്റ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കവേ എൻ്റെ ചേച്ചി വന്നായിരുന്നു. അവസാനം ചേച്ചിയുടെ ഹെയർ സ്റ്റൈലിൽ ഞാൻ അവസാനം വീണു ഗൈസ്. ചേച്ചിയാണെങ്കിൽ മുഖം തരുന്നില്ല. അത് കണ്ടോ ചേച്ചിയെ കണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചി ഒന്ന് തലയൊക്കെ കെട്ടി തന്നപ്പോൾ. അങ്ങനെ ഞാൻ പിന്നെ സുന്ദരിയായി. ഇനി നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഒന്ന് കാണണ്ടേ? അതായത് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ. കണ്ടോ ആ പ്ലീറ്റ് കണ്ടോ? ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വെറും എൻ്റെ കൈ കൊണ്ട് മാത്രമാണ് ഞാനത് തേച്ചതുപോലെ വിട്ടേക്കുന്നത്. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു. തലയിൽ ഞാനൊരു പൂവൊക്കെ വെച്ച്, മുടിയൊക്കെ പിൻ ചെയ്ത്, കമ്മലൊക്കെ ഇട്ട്, അതിന് സാരിയുടെ പ്ലീറ്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനും വളരെ മനോഹരമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട് ഗൈസ്. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.